ഹായ്, കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വർക്ക് ലൈഫിൽ തന്നെ ബിസി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഡീസൻ ഷെഫിക്ക് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു മൂവിക്ക് പോയാലോ. നോക്കി പോകാൻ നേരത്തി. കാരണം കുറച്ചധികം ദിവസമായി മൂവിക്കൊക്കെ പോയിട്ട്. അപ്പോൾ ഇതൊക്കെ റമദാന് മുന്നത്തെ വീഡിയോ ആണ്. എന്താ റമദാൻ ഈ കുട്ടി മൂവിക്ക് പോണ കാര്യം പറയണമെന്ന് വിചാരിക്കരുത്, എനിക്ക് ടൈം കിട്ടുന്നില്ലായിരുന്നു വീഡിയോ ഇടാൻ. സോ ഇത് റമദാന് തൊട്ട് മുന്നേ ഉള്ള ഒരു സൺഡേത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ യൂഷ്വലി ഷെഫിക്കാക്ക് 7:30 ആകുമ്പോഴേക്കും വർക്ക് കഴിയും. അപ്പം ഒരു 8:30 ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കയറാൻ കരുതി. ഷെഫിക്ക സെൻട്രൽ ലണ്ടനിലുള്ള ബോണ്ട് സ്ട്രീറ്റിലെ സാറയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും അടുത്ത് ഗ്രീൻവിച്ചിലുള്ള ഒട്ടുമോളിലെ സിനി വേൾഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങളല്ല, ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് അങ്ങോട്ട് പോകുന്നത്. ഷെഫിക്ക ഡയറക്റ്റ്ലി അവിടെ നിന്ന് വരികയാണ്. സോ ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോകുന്നതെന്നുള്ള തോട്ട്സ് ഒന്നും എനിക്ക് ഒരുങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. എനിവേ, പതിവ് പോലെ എൻ്റെ സ്കിൻ കെയർ, രാത്രിയാണെങ്കിലും സ്കിൻ കെയറിൽ ഞാൻ സൺസ്ക്രീൻ ഒഴിവാക്കാറില്ല കേട്ടോ. ബിക്കോസ് ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ഒരു സൺ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഫേസിനൊരു ഗ്ലോ കൂടി തരും. പിന്നെ ഇത് ഈ അടുത്ത് ഞാൻ പരിചയപ്പെട്ട ലെനേജയുടെ ലിപ് ബാം ആണ്. ആക്ച്വലി ഇതൊരു ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. പക്ഷെ ഞാനിത് നൈറ്റ് മാത്രമല്ല ഈവനിങ് ഒക്കെ ഇടാറുണ്ട്, ഒരു വെറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇപ്പോൾ ഒരു പേസ്റ്റ് ടൈപ്പ് വരുന്നൊരു ലിപ്സ്റ്റിക്കും കൂടി ഉണ്ട്. എനിക്ക് അതാണ് കുറച്ചുകൂടി ഇഷ്ടം. ആ ഒരു കോഫി കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊന്നും കൂടി ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ടതാണ്, ലോറിയലിൻ്റെ LYV ഹെയർ സെറം. സംഭവം ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ലെങ്കിലും അതിൻ്റെ ആ ഒരു ഗ്ലോവും സ്മെല്ലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒട്ടുമിക്ക പ്രൊഡക്ട്സിലും സ്മെല്ലാണ് ഭയങ്കര ഇഷ്ടം, ബോഡിയിൽ യൂസ് ചെയ്യുന്നതാണെങ്കിലും ഹെയറിൽ യൂസ് ചെയ്യുന്നതാണെങ്കിലും. അത് കഴിഞ്ഞ് ഈ സാധനം കയ്യിൽ നിന്ന് പോകാൻ കുറച്ച് പണിയാണ്, അതുകൊണ്ട് കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഐലൈനർ ഇടാൻ നിർത്തി. അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റായി കഴിഞ്ഞപ്പോൾ എന്തോ മറന്ന പോലെ ഉണ്ട്. അപ്പോഴാണ് പെർഫ്യൂമിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഇത് ഹിബിസ്കസ് സാറയുടെ പെർഫ്യൂമാണ്. ഷെഫിക്ക് സാറിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു സ്മെല്ലാണ്. ഈ മാഗ്നിഫിഷൻ ദുബായൊക്കെ പോലെ കുറച്ചുകൂടി ടോപ്പായിട്ടുള്ള സ്മെല്ല് കിട്ടുന്ന ഒന്നാണ്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. എനിക്ക് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ബാഗൊക്കെ എടുത്തിട്ടാന്ന് കരുതി. ഒന്നാമത് എൻ്റെ ഔട്ട്ഫിറ്റ് തന്നെ പണ്ടത്തെ സ്കൂൾ കുട്ടികളെ ഔട്ട്ഫിറ്റ് പോലെ ആണെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് പുറത്ത് തണുപ്പമാണ്, അപ്പോൾ 2 ഡ്രസ്സ് എന്തായാലും ഇടണം. അപ്പോൾ അതിങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ കരുതി. പിന്നെ 2 സൈഡൊക്കെ ഹെയർ കെട്ടാനൊക്കെ ഒരു കൊതി. ഇവിടെ UK ആയതുകൊണ്ട് നമുക്ക് ഏത് കുലത്തിൽ വേണമെങ്കിലും നടക്കാം, ആരും നോക്കാൻ പോണില്ല. പിന്നെ നമ്മളെ ബാഗിലേക്കുള്ള കുറച്ച് സാമഗ്രികളാണ്. സാധാരണ ഞാൻ ഈ കാർഡും കാര്യങ്ങളൊന്നും എടുക്കാറില്ല, എപ്പോഴും ഷെഫിക്കാനോട് പോകുമ്പോൾ ഓൻ്റെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഇറങ്ങാം. പിന്നെ ഞാനതൊക്കെ പ്രത്യേകം നോക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മിനി മിറർ, ഞാൻ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യം പോയി കഴിക്കണം, എന്നിട്ടാണ് ഷോന് കയറുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോഴും എല്ലാവർക്കും ലേറ്റാണ്, ഇതിന് ലേറ്റ് ആയാലും കൊണ്ടുപോകില്ല എന്ന് ഷെഫിയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഷടപ്പടയെന്ന് വേഗം ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഞാൻ അത് ആലോചിച്ചത്, ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ നിന്ന് ഈസ്റ്റ് ക്രോയിഡോൺ വരെ ഒറ്റയ്ക്ക് നടന്നു പോകണം. അതൊരു ഫസ്റ്റത്തെ ടാസ്ക്. അവിടെ നിന്ന് ഈസ്റ്റ് ക്രോയിഡോണിൽ നിന്ന് ഞാൻ നമ്മൾ ഈ ഗ്രീൻവിച്ചിലേക്ക് പോകണമെങ്കിൽ 2 ട്രെയിൻ കയറണം. ഈസ്റ്റ് ക്രോയിഡോണിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ഒരു ട്രെയിൻ ഇറങ്ങി വേറൊരു സ്ഥലത്തേക്ക് മാറി കയറണം. അതെൻ്റെ 2ാമത്തെ ടാസ്ക്കാണ്. അപ്പം ഞാൻ ലൈവ് ലൊക്കേഷനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും തട്ടിക്കൊണ്ടുപോകുന്നില്ല, ഞാൻ വഴി തെറ്റി എങ്ങോട്ടെങ്കിലും പോകുമെന്നുള്ള പേടിയാണ്. അങ്ങനെ കുറച്ച് നടന്നതായി ഈസ്റ്റ് ക്രോയിഡോൺ സ്റ്റേഷൻ എത്തി. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. സക്സസ്ഫുള്ളി നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് നടന്ന് നമ്മളിതാ സ്റ്റേഷൻ വരെ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങി ഒരു ട്രെയിനും കൂടി മാറിക്കയറാറുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഓരോ സ്റ്റേഷനും സ്റ്റോപ്പും എത്തുമ്പോഴും ഞാൻ നോക്കി നിൽക്കുകയാണ് കേട്ടോ, ഇതാണോ ഇതെങ്ങാനും മാറിപ്പോകുമെന്നൊക്കെ. അങ്ങനെ ഫൈനലി ഞാൻ ലണ്ടൻ ബ്രിഡ്ജ് എത്തി. ഇനി ഇവിടെ നിന്ന് ഞാൻ വേറൊരു ട്രെയിൻ മാറി കയറണം. അത് എവിടെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഈ സിറ്റി മാപ്പറിൽ സ്റ്റോപ്പ് എവിടെയാണെന്ന് കാണിക്കില്ലല്ലോ. ഇനി ഇവിടെ നിന്ന് ഏത് ട്രെയിൻ കയറണം എന്നല്ലേ കാണിക്കുള്ളൂ. സിറ്റി മാപ്പർ എന്ന് പറയുന്നത് നമ്മളിവിടെ ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ് കേട്ടോ. അതുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ ജീവിച്ചു പോണത്. പക്ഷേ ഇവിടെ അണ്ടർഗ്രൗണ്ട് എന്നല്ലാതെ ഈസ്റ്റ് കൊണ്ടൊന്നും കാണിക്കുന്നില്ല ഗൈസ്. ഫൈനലി ഞാനൊരു പോലീസുകാരനോട് ചോദിച്ചു, ആള് പറയുന്നത് ഇത് ഈ വഴിയാണെന്നാണ്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ എന്താ ഇത്രയും ഒരു കൊല്ലമായിട്ടും UK ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ അറിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ഷെഫിക്കാൻ്റെ കൂടെയാണ്. സോ അതുകൊണ്ടും പിന്നെ നൈറ്റ് ആയതുകൊണ്ടും ഒക്കെ ഉള്ളൊരു പേടിയാണ്, വേറൊന്നുമല്ല.
എന്തായാലും കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ സ്റ്റോപ്പ് കണ്ടുപിടിച്ചു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേഷനിൽ വെസ്റ്റ് ബൗണ്ട്, ഈസ്റ്റ് ബൗണ്ട്, നോർത്ത് ബൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബൗണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ സ്റ്റോപ്പ് കണ്ടുപിടിക്കണം, അതാണ് പണി. എന്തായാലും ഈ ഒരു സ്റ്റേഷൻ ഭയങ്കര വലുതാണ് തോന്നുന്നു. ഷെഫീഖാനോട് വന്നപ്പോൾ എനിക്കിത് ഇത്ര വലുതാണെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ ആ ഒരു ടാസ്ക് കഴിഞ്ഞ് നേരെ രണ്ടാമത്തെ ടാസ്ക്കായി നോർത്ത് ഗ്രീൻവിച്ചിൽ എത്തുക എന്നുള്ള ടാസ്ക് ആയിരുന്നു. അതും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ മിഷൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഗ്രീൻവിച്ച് എത്തി. നമുക്ക് ഇവിടുന്ന് നേരെ ഓട്ടുമോളിലെത്തണം. നോക്കാം അതെവിടെയായിരിക്കും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പക്ഷേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഓട്ടുമാളായിരുന്നു ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയായി. ആ പണി ഒഴിഞ്ഞു കിട്ടി. നമ്മുടെ ഫസ്റ്റ് പണി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഗൈസ്. നോക്കട്ടെ, വന്ന് ഗൈസ് ഒന്ന് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ജീവിതം പഠിക്കണം. എന്തായാലും ഓനെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ കണ്ടത് ജർമ്മൻ ഡോണർ കബാബായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കയറി. എന്നാൽ പിന്നെ കബാബ് കഴിക്കാൻ നിർത്തി. സാധാരണ എനിക്ക് കബാബിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊന്നും കയറാറില്ല. ഷെഫീഖ് അവിടെ നിന്ന് ഇടയ്ക്ക് കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ആൾ ബില്ല് നോക്കിയിട്ട് സെറ്റ് അടിച്ചിരിക്കുകയാണ്. ഞാൻ വരുമ്പോൾ എന്നും എക്സ്പെൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിവേ സാധനങ്ങളും വാങ്ങി ഞങ്ങൾ മൂവിക്ക് കയറിയിട്ട് കഴിക്കാൻ നിർത്തി. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഈ ഒരു സ്വെറ്റ് ഷർട്ട് നീ ഇവിടെ നിന്ന് എടുത്തതല്ലേ, കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ മുന്നേ കളിപ്പിച്ച സ്റ്റൈലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ബോയ്സ് ഗൈസ്. ഈ സ്വെറ്റ് ഷർട്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തതല്ല, ഇത് ഞാൻ കൊച്ചിയിൽ CS മേടിക്കുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുണ്ടെങ്കിലും ഞാനിവിടെ വല്ലാതെ ഇത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന ഈ ഒരു ലാവൻഡർ കളറിലുള്ള സ്ട്രിപ്പ്ഡ് ഷർട്ട് സാറയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ളത് ഈ ഒരു സ്വെറ്റ് ഷർട്ട് ആയതുകൊണ്ട് ഞാനിത് സ്റ്റൈൽ ചെയ്തു. എന്നിരുന്നാലും പണ്ട് മുതലേ ഞങ്ങൾ പരിചയപ്പെട്ട അന്ന് മുതലേ ഓനെ കാണാൻ പോകുമ്പോൾ എന്നിങ്ങനെ ഒരുങ്ങിയിട്ട് പോണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇതേപോലെ എനിക്ക് ഏറ്റവും കംഫേർട്ടായിട്ട് ഞാൻ തന്നെ സ്റ്റൈൽ ചെയ്ത് ഡ്രസ്സ് ഇടുന്നത്. അതിലെനിക്ക് ഭയങ്കര കോൺഫിഡൻസും ആണ് കേട്ടോ ആ ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് ഡയലോഗുകളൊക്കെ അടിച്ച് പിന്നെ ഔട്ട്ഫിറ്റ് മാറ്റി പറഞ്ഞതിന് കുറച്ച് തല്ലൊക്കെ കൂടിയിട്ട് ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് കയറി. പുട്ടിന് തേങ്ങിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ പോയിട്ട് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ. കുഞ്ചാക്കോ ബോബൻ്റെ ലേറ്റസ്റ്റ് മൂവി ആയിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ കേട്ടോ വന്നത്. നല്ല മൂവിയായിരുന്നു. എനിക്ക് ഹീറോനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ആ ഒരു വിശാഖ് നായർ വില്ലനായിട്ടുള്ള ഒരു വില്ലൻ സ്വാഗായിരുന്നു അവരുടെ ടീമും. എനിവേ നൈസായിട്ടുണ്ടായിരുന്നു. ഒരു അർഷാദ് നല്ല മസ്റ്റ് വാച്ച് ആൻഡ് സിംഗിൾ വാച്ച് മൂവിയാണ്. സിംഗിൾ വാച്ച് ഒന്നല്ല കേട്ടോ, വീണ്ടും വീണ്ടും കാണാൻ നല്ല മൂവിയായിരുന്നു. പക്ഷേ ഞാനൊരു മൂവി ഒരിക്കൽ കണ്ടാൽ പിന്നെ കാണാറില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും പിന്നെ തിയേറ്ററൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. നമ്മൾ സിനിമ കണ്ടിറങ്ങി. നമ്മൾ ഒന്നുമില്ല, വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ബിരിയാണി ഉണ്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഷെഫീഖ് മോനിപ്പോൾ സിനിമയുടെ ഹാങ് ഓവറിലാണ്. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളൊരു മൂവി ആയതുകൊണ്ട് ദിസ് ഈസ് ഹൗ അവർ മൂവി ഡേറ്റ് ലുക്ക് ലൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം.